ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുശ്രീയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് നമ്മുടെ അലോകും സുകന്യയും കൂടി. അപ്പോൾ സുകന്യ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞു തന്നതൊക്കെ അനുവിന് മനസ്സിലായല്ലോ അല്ലേ? അവിടെ ചെല്ലുമ്പം നിന്റെ ഇടത്തി നിന്നോട് കാര്യമായിട്ട് തന്നെ ഒരു ചോദ്യം ചെയ്തലുണ്ടാവും. അതിൽ നീ പതറിപ്പോകാൻ പാടില്ല. മീനു തിരിച്ചും മറിച്ചും എന്ത് ചോദിച്ചാലും നീ ഈ ഉത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. മനസ്സിലായോ നിനക്ക്? എനിക്ക് പേടിയാകുന്നു സുകന്യ ചേച്ചി. മീനു ചേച്ചി വല്ലതും കണ്ടുപിടിക്കുമോ? എന്നെ മീനു ചേച്ചി കണ്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെ അല്ലേ എന്ന് ചോദിക്കും. അതെ, നിന്നെ കണ്ടിട്ടില്ല. അവക്കൊരു സംശയമുള്ളൂ, അത് നീയാണോ അല്ലയോ എന്ന്. അത് ഞാൻ എന്തായാലും മാറ്റി വിട്ടിട്ടുമുണ്ട്. അപ്പം നീയാണോ എന്നറിയാൻ നിന്നോടും കൂടി ഒന്ന് ചോദ്യം ചെയ്യും. അപ്പം നീ പറയണം, നീനു എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ അടുത്ത് ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് നീ പോയതാ, അതിനുശേഷം നീ എൻ്റെ കൂടെ മാളിലേക്ക് വന്നു എന്ന്. മനസ്സിലായോ? ഞാൻ അവളോട് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും പറയുന്നതിൽ എന്തെങ്കിലും തിരിഞ്ഞു മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവൾക്ക് സംശയം തോന്നും എന്ന് സുഗിനി പറഞ്ഞു മനസ്സിലാക്കുക. മീനു ചേച്ചി തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെ പതറിപ്പോകും എന്ന് അപ്പം നമ്മുടെ അനുശ്രീ പറയാണ് കേട്ടോ. അപ്പം അലോക് പറയും, ദേ അനു, നീ ഇങ്ങനെ പേടിക്കരുത്. ഈ പേടിയും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകില്ല. ഇപ്പം തന്നെ ഈ സുഗിനി ചേച്ചി നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിക്കുന്നത്. വേറെ ആരെങ്കിലും ചെയ്തു തരുന്ന സഹായങ്ങളാണോ ചേച്ചി ചെയ്തു തരുന്നത്? നമ്മളെ രണ്ടുപേരെ ഒന്നിച്ച് കാണണമെന്ന് ഇപ്പം നമ്മളെക്കാൾ ആഗ്രഹം ചേച്ചിക്ക എന്ന് പറയാണ് കേട്ടോ. അപ്പം സുഗിനി ആണെങ്കിൽ ചിരിച്ചോണ്ട് നിൽക്കുക. അതേ മോളെ, നിങ്ങളുടെ ഈ യഥാർത്ഥ സ്നേഹം കണ്ടപ്പം നിങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു. അലോക് നിന്നോടുള്ള അവൻ്റെ പ്രണയം മുഴുവനും എന്നോട് തുറന്നു പറയുകയുണ്ടായി. അത് കേട്ടപ്പം ഇന്നത്തെ കാലത്ത് ഇത്രയും സിൻസിയറായി സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടു കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെ സഹായിക്കാനായിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് സുഗന്യ പറയും. അപ്പം അനുശ്രീയോട് അലോക് പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി അബദ്ധവശാൽ നിന്നോട് ആ മീനു ചേച്ചി വല്ല നമ്പറും ചോദിക്കുകയാണെങ്കിൽ ദേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ നമ്പറാണ്, ഇത് നീ അങ്ങ് കൊടുത്താൽ മതി. മിക്കവാറും അവർ ചോദിക്കും, നീനൊന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാൻ, വിളിച്ച് ചോദിക്കാനായിട്ട്. അപ്പം ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാ, അവളോട് വിശദമായിട്ട് ഞാൻ നമ്മളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവൾക്കെല്ലാം അറിയാം, അവളത് ഡീൽ ചെയ്തോളും എന്ന് പറയാം. ശരി, ഈ നമ്പർ ഞാൻ കൊടുത്തോളാം എന്ന് അനുശ്രീ അപ്പം അലോകിനോട് പറയേ, അനു നീ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിന്റെ ഈ ടെൻഷനും പതർച്ചയും കൊണ്ട് നിന്റെ മീനു ചേച്ചി എന്തെങ്കിലും സത്യങ്ങൾ കണ്ടുപിടിച്ചാലേ ഉള്ളൂ. നീ നല്ല കൂളായിട്ട് നിൽക്കുക. അപ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി ഒരു സംശയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സംശയം ഉണ്ടായാൽ തന്നെ ഉണ്ടാവട്ടെ എന്നങ്ങ് വെക്കണം എന്ന് പറയുമോ? അയ്യോ അലോകെ, നീ എന്താ ഈ പറയുന്നത്? എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും നമ്മളെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ പിന്നെ ജീവനോടെ വെച്ചേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ദേ, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കണം. നിനക്ക് ചിലപ്പോൾ നിന്റെ വീട്ടുകാരെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തേണ്ടിയും വരും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് അപ്പം നോക്കാം. എന്നാൽ ഇപ്പം നമുക്ക് പോയാലോ സുഗിനി ചേച്ചി എന്ന് ചോദിക്കാം. ഇപ്പം പോകാനോ? ഇപ്പം നമുക്ക് മാളിലേക്ക് വേണം പോകാൻ. നമ്മൾ മീനുവിൻ്റെ പിന്നാലെ തന്നെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവളുടെ സംശയം ഒന്നും കൂടി ബലപ്പെടും. അതുകൊണ്ട് നമുക്ക് മാളിലൊക്കെ പോയി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം പതിയെ ദേവമംഗലത്തേക്ക് പോകാം. അപ്പം അലോകെ, നീ എന്നാ പൊയ്ക്കോ എന്ന് സുകന്യ അലോകിനോട് പറയാണ് കേട്ടോ. അപ്പം സുകന്യയോട് നമ്മുടെ അനുശ്രീ പറയും, ചേച്ചിയുടെ സ്ഥാനത്ത് മാമൻ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും ഞങ്ങളെ ഇത്രയും സഹായിക്കാനൊന്നും സന്നദ്ധത കാണിക്കുകയല്ല. ചേച്ചി ആയതുകൊണ്ടാണ് അലോകിനും എനിക്കും വേണ്ടി ഇത്രയേറെ സഹായങ്ങൾ ചെയ്തു തരുന്നത്. നീ നിന്റെ പ്രണയത്തെപ്പറ്റി മാത്രം ഇപ്പം ചിന്തിച്ചാൽ മതി. അല്ല, നിന്റെ അച്ഛനും അമ്മയും അവരുടെ പ്രണയത്തിന് മാത്രം വാല്യൂ കൊടുത്ത മനുഷ്യരാ. അല്ലെങ്കിൽ കുടുംബത്തെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഗോമതി ചേച്ചി ഒരിക്കലും ബാലേട്ടൻ്റെ കൂടെ പോവില്ല. അതുപോലെ നിന്റെ മീനാക്ഷി ഏടത്തെയും ത്തിൻ്റെ പേരിലല്ലേ നിന്റെ ചേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നത്. മിത്രയും പ്രണയത്തിന് വേണ്ടി മാത്രം റിസ്ക് എടുത്ത ആളാണ്. അങ്ങനെയൊക്കെ ഉള്ളവരുള്ള കുടുംബത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ നീ നിന്റെ പ്രണയം നേടിയെടുക്കാൻ വേണ്ടി കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാം. അപ്പം അനുശ്രീ പറയും, ചേച്ചി എൻ്റെ മനസ്സ് ചാഞ്ചാടുക. ഒരിടത്ത് എനിക്ക് ആലോകനോടുള്ള പ്രണയം, മറുവശത്ത് എനിക്ക് എൻ്റെ വീട്ടുകാരോടുള്ള സ്നേഹം, രണ്ടുപേരും തള്ളിക്കളയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല ചേച്ചി എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ സുഗിനി പറയും, ഏതെങ്കിലും ഒന്ന് നീ സെലക്ട് ചെയ്തേ പറ്റൂ. അലോകിന് നിന്നോടുള്ള പ്രണയം അത്രയ്ക്ക് ആഴത്തിലുള്ളതാ. ഇനി നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പോലും സാധിക്കില്ല. അവനെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറയേ. ഇല്ല ചേച്ചി, അവനില്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ ഏട്ടന്മാരും അച്ഛനും അമ്മയും എന്നെ അതുപോലെ സ്നേഹിച്ചല്ലേ വളർത്തുന്നത്. ചേച്ചി കണ്ടിട്ടുള്ളതല്ലേ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു പെൺതരി ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ എന്നെ അത്രയ്ക്ക് കാര്യമാണ് എന്ന് പറയും.
അതൊക്കെ നേരാ. ഈ പറഞ്ഞ ഏട്ടന്മാരും നിന്റെ അച്ഛനും ആരും പ്രണയം വന്നപ്പം വീട്ടുകാരെ പറ്റി ചിന്തിച്ചില്ലല്ലോ. അതുകൊണ്ട് നീയും കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അതുമാത്രമല്ല അനുമോളെ, ചിലപ്പം ദൈവമായിട്ട് തന്നൊരു അവസരമായിരിക്കും ഇത്. നീ വഴി ദേവമംഗലവും കൃഷ്ണമംഗലവും തമ്മിലുള്ള പക എല്ലാം മാറി അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അവസരമാണെങ്കിലോ. നിന്റെ അച്ഛന് നീ കൃഷ്ണമംഗലത്തേക്ക് കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരോട് പ്രതികാരദാഹമായിട്ട് നടക്കാനൊന്നും പറ്റില്ല. അവരോടുള്ള എല്ലാ ഭാഷയും ബാലേട്ടൻ മാറ്റിവെക്കും. കാരണം അവർക്കാലിലെല്ലാം മുകളിലാണ് ബാലേട്ടന് നീ എന്ന മകള്. അതുകൊണ്ട് നീ കൃഷ്ണമംഗലത്തുണ്ടെങ്കിൽ ബാലേട്ടൻ പിന്നെ അവരോട് ഒരു ദേഷ്യവും കാണിക്കില്ല. അതുപോലെ തന്നെ ബാലേട്ടൻ അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ അമ്മാവന്മാരും തിരിച്ചും അതേ സ്നേഹവും പരിഗണനയും ബാലേട്ടനും നൽകി തുടങ്ങും. ഒന്നുമല്ലെങ്കിലും ഗോമതി ചേച്ചി അവരുടെ സ്വന്തം പെങ്ങളല്ലേ. ആ ഒരു സ്നേഹം അവിടെയുള്ള അച്യുതേട്ടനും അനന്തേട്ടനും എപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയാം. മോളെ, നീ ഇങ്ങനെ വിശ്വസിക്കുക. നീ വഴി കാലങ്ങളായി നിന്നു പോകുന്ന പകയൊക്കെ ഒരു അവസാനം കാണാനാണ് നിന്നെയും അലോകിനെയും കൂടി ദൈവം ഒന്നിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലോ അപ്പം നിനക്കൊരു സമാധാനം തോന്നും. ഇപ്പം നിനക്ക് തോന്നുന്നില്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അലോകിനെ കണ്ടുമുട്ടാനും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാകാനും ഒക്കെ അവസരം ഉണ്ടായത്. അത് ശരിയാ ചേച്ചി. ഇപ്പം ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി ഞാനും ചിന്തിക്കുന്നത്. ഞാൻ വഴി ചിലപ്പം കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിലുള്ള ശത്രുത അവസാനിച്ച് രണ്ട് വീട്ടുകാരും സന്തോഷത്തോടെ ജീവിക്കുക എന്നാൽ എനിക്ക് അതിൽ പരം ഒരു സന്തോഷമില്ല എന്ന് പറയട്ടോ. അപ്പോൾ വീണ്ടും അനുസരിച്ച് തൻ്റെ ട്രാക്കിലേക്ക് കയറി വന്നു എന്ന് കാണുന്ന സുകന്യയ്ക്ക് വളരെ സന്തോഷമാവുക. നിന്നെ ഏത് വഴിക്ക് കൊണ്ടുവരണമെന്നൊക്കെ എനിക്കറിയാടി. നിന്റെ വീട്ടുകാരും ആ കൃഷ്ണമംഗലത്തുകാരും ഉള്ള പകയൊന്നും ഒരിക്കലും അവസാനിക്കില്ല. നീ ആ കൃഷ്ണമംഗലത്ത് കയറി ചെല്ലുന്നത് പോലും അവർക്ക് പക വീട്ടാനുള്ള ഒരു വസ്തുവായിട്ടാണ്. ഈ അലോക് എന്ന് പറയുന്നവന് നിന്നോട് ഒരു തരിമ്പ് പ്രണയം പോലും ഇല്ല എന്നൊക്കെ സുകന്യ മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. ഇതേസമയം ദേവമംഗലത്തെ മീനാക്ഷിക്ക് ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ദേവിയെ കാണുന്നത്. ദേവിയുടെ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ദേവിയുടെ കൈയും പിടിച്ച് വലിച്ച് പുറത്തോട്ട് പോകും. എന്ത് പറ്റി മീനു, നീ എന്തിനാ എങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്താ ഉണ്ടായേ? നമ്മുടെ അനുമോളില്ലേ? അയ്യോ അനുമോളോ? നമ്മുടെ അനുമോൾക്ക് എന്തു പറ്റി? ഓ ഇതാ പറയുന്നത്. എടുത്ത് ഇങ്ങനെ ടെൻഷൻ കാണിക്കല്ലേ, ഒരു സാധാരണ കാര്യം പറയാനാ, അതിനാണോ ഇത്രയ്ക്ക് ബിൽഡപ്പ് ഇടുന്നത് എന്ന് ദേവിയെടുത്തോടൊപ്പം നമ്മുടെ മീന് ചോദിക്കും. അയ്യോ നീ അനുമോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവക്കൊന്നും പറ്റിയില്ല. അതെ, ഞാനിന്ന് വരുന്ന വഴിക്ക് നമ്മൾ അനുമോളെ പോലെ ഒരു പെണ്ണിനെ കണ്ടെന്നേ, അത് ഏടത്തോട് പറയാനായിട്ട് ഞാൻ വിളിച്ചോണ്ട് വന്നത്. അതിനിപ്പോൾ എന്താ, അവളിപ്പം സുകന്യ ചേച്ചിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയായിരുന്നല്ലോ. അവളെ നീ എങ്ങനെ കാണാനാ എന്ന് ദേവി അപ്പം ചോദിക്കും കേട്ടോ. സുകന്യ ചേച്ചിയുടെ ഞാൻ കണ്ടു, പക്ഷേ എന്നെ കണ്ടപ്പം അനു ഓടിപ്പോയി. എന്നാൽ സുകന്യ ചേച്ചി അവിടെ നിൽക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ പറയാ, അനുമോളാണെങ്കിൽ ഏതോ കൂട്ടുകാരുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് പോയതാ, സുകന്യ ചേച്ചിയോട് ഇവിടെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞെന്ന്. അതിനുശേഷം രണ്ടുപേരോട് മാളിലേക്ക് പോകുമെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കതൊന്നും വിശ്വാസമാകുന്നില്ല. എന്നെ കണ്ടപ്പം സുകന്യ ചേച്ചിയുടെ മുഖത്തൊരു പതർച്ച ഞാൻ ശരിക്കും ശ്രദ്ധിച്ചതാ എന്ന് പറയും. നിനക്ക് ഉറപ്പാണോ നീ കണ്ടത് അനുമോളെ തന്നെയാണെന്ന്? അതേന്നേ, അനുമോളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സുകന്യ ചേച്ചി എന്തിനാ എന്നോട് കള്ളം പറഞ്ഞതെന്ന് എനിക്ക് സംശയം. അത് നമുക്ക് കണ്ടുപിടിക്കാം. സുകന്യ ചേച്ചിയും അനുമോളും ഇവിടെ വന്നു കഴിയുമ്പം ഈ കാര്യത്തെപ്പറ്റി നമുക്ക് അവരോട് ചോദിക്കാം. ഏടത്തി എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോൾ ദേവിയോട് നമ്മുടെ മീന് ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവി പറയും, അത് മീനാക്ഷി, കള്ളം പറയുന്ന ആൾക്കാർ രണ്ട് രീതിയിലാണ് പറയുക. ചില ആൾക്കാർ ആലോചിച്ച് ഉറപ്പിച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കള്ളം പറയും. അങ്ങനെയുള്ളവരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പാടാ. എന്നാൽ പെട്ടെന്ന് നീ സുകന്യ ചേച്ചിയുടെ മുന്നിൽ പോയി ചാടുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സുകന്യ ചേച്ചിക്ക് ആലോചിച്ചെടുക്കാനൊന്നും സമയം കിട്ടിക്കാണില്ല. പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഇവിടെയെന്നങ്ങ് പറഞ്ഞതായിരിക്കും. അങ്ങനെയുള്ളപ്പം അതിനെപ്പറ്റി കൂടുതൽ പ്ലാൻ ചെയ്യാനുള്ള അവസരവും കിട്ടിക്കാണില്ല. അപ്പോൾ സുകന്യ ചേച്ചി ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അനുശ്രീയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവളിൽ പതർച്ച ഉണ്ടാക്കും. സുകന്യ ചേച്ചിയിലും ചെറിയൊരു പതർച്ച ഉണ്ടാവും. നീ മാറ്റി മറിച്ചും ഒക്കെ കാര്യങ്ങൾ ചോദിക്കണം. എവിടെയെങ്കിലും അവർ ഒന്ന് പതർന്നത് കണ്ടാൽ നീ ഉറപ്പിച്ചോ മീനു, അന്ന് നീ കണ്ടത് നമ്മുടെ അനുവിനെ തന്നെയാണ്. അവൾ സുകന്യ ചേച്ചിയും തമ്മിൽ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനു ദേവിയെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കൂട്ടോ. എന്നിട്ട് പറയും, ഹോ ദേവിയെടുത്തിയുടെ ഒരു കഴിവേ, ഇത്രയേറെ ബുദ്ധിയുള്ള ആളായിരുന്നെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ എന്ന് പറയും. നീ എന്നെപ്പറ്റി എന്താ കരുതിയത്? അല്ല ചേച്ചിക്ക് ഈ കള്ളം പറയുന്നവരുടെ ശാസ്ത്രമൊക്കെ ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ അറിയാവുന്നേ എന്നപ്പം മീന് ചോദിക്കും. അത് പിന്നെ ദൃശ്യം. ദൃശ്യം സിനിമയില്ലേ? ആ സിനിമ ഞാൻ 21 തവണയാണ് കണ്ടത്. എന്നാ അടിപൊളി സിനിമയാ. അതിൽ അങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ജോർജ് കുട്ടിയെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? ജോർജ് കുട്ടി ഒരു സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നത്. അതിൽ നിന്ന് എനിക്ക് ഈ ഐഡിയ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് പറയാം. ദേവിയെടുത്ത ഒരു സംഭവം തന്നെ. ഏടത്തോട് ഈ കാര്യം പറഞ്ഞപ്പം ഇത്ര പെട്ടെന്നൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് ഞാൻ കരുതിയേയില്ല എന്ന് മീനു ദേവിയോട് പറയൂട്ടോ. നീ എന്തൊക്കെ നീ കാണാൻ കിടക്കുന്നു എന്ന് ദേവി പറയാം. അവർ വരട്ടെ, നമുക്ക് അവരോട് ചോദിക്കാം. അവരിൽ നിന്ന് എന്തെങ്കിലും പതർച്ച ഉണ്ടായാൽ മീനാക്ഷി നീ ഉറപ്പിച്ചോ, നമ്മുടെ അനു സുകന്യ ചേച്ചിയായിട്ട് കൂടിച്ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്.
അപ്പം മീനു പറയും, അത് ദേവിയെടുത്ത് പറഞ്ഞത് കറക്റ്റാ. ആ സുകന്യ ചേച്ചി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. മിത്ര പിന്നെ അതിന് പിന്നാലെ തന്നെ നടക്കും. ഞാൻ അതാ അവളോട് പറയാത്തത്. അവൾ പിന്നെ പഠിത്തത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ സുകന്യ ചേച്ചിയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കും. പക്ഷേ ദേവിയെടുത്ത് അങ്ങനെയല്ലല്ലോ. അത് ശരിയാ, മിത്ര ഇതിലിപ്പോൾ ഉൾപ്പെടുത്തണ്ട, അവൾ പഠിത്തത്തിൽ ശ്രദ്ധ പോകും എന്ന് നമ്മുടെ ദേവിയും പറയും. ശരിയാ, നമുക്ക് ഇന്ന് തന്നെ കണ്ടുപിടിക്കാം. നീ ഇനി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അവർ വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്ക് അനുവിൽ നിന്ന് തന്നെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കി എടുക്കാന്നേ. പിന്നെ സുകന്യ ചേച്ചിയുടെ നമുക്കൊന്ന് സൂക്ഷിക്കാം എന്ന് ദേവി നമ്മുടെ മീനുവിനോട് പറയാം. അത് വേണം, സുകന്യ ചേച്ചി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിൽ കൂടെ പലതും കടന്നു പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ മീനുവും പറയും കേട്ടോ. ഇതേ സമയം നമ്മുടെ ദേവിയുടെ വീട്ടിൽ ശ്രീകലയാണെങ്കിൽ ഉദയഭാനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കുക? രാവിലെ ഇറങ്ങി തിരിച്ചതാ, ഈ വീട്ടിലാണെങ്കിൽ ഒരു സാധനവും ഇരിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോഴാ ഉദയഭാനു പാട്ടൊക്കെ പടിയപ്പയ്യെ കയറി വരുന്നേ. മനുഷ്യ, നിങ്ങളിത് എവിടെ പോയി കിടക്കുമായിരുന്നു? കറി വെക്കാൻ കുറച്ച് എണ്ണ മേടിക്കാൻ വിട്ടിട്ട് നിങ്ങളിത് ഇത്രയും താമസിച്ചത് എന്താ? എണ്ണയില്ലാത്തത് കൊണ്ട് മീൻ ഞാൻ വാഴയിൽ പൊതിഞ്ഞ് ചുട്ടെടുത്തു, ഇനി അങ്ങനെ നിങ്ങൾ ചുട്ട മീനൊക്കെ അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറയാം. എണ്ണയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എണ്ണ കൊണ്ടുവന്നോ? നിങ്ങളുടെ കയ്യിൽ 10 രൂപ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എണ്ണ മേടിച്ചോ? അത് ഞാൻ ആ കടക്കാരൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു, അയാൾ എൻ്റെ വാചകത്തിൽ വീഴുകയും ചെയ്തു. ഞാനൊരു കാര്യം പറയാനാ നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. മറ്റൊന്നുമല്ല, ആ ചെല്ലയ്യ വന്നായിരുന്നു. അയ്യോ, പലിശക്കാരൻ ചെല്ലയ്യോ? അയാളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എത്ര ദിവസമായി? 5 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അതിന് നയാ പൈസ ഇന്നേ വരെ നമ്മൾ കൊടുത്തിട്ടില്ല. ഒരാഴ്ചത്തെ അവധി അയാൾ തന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങ് കൊടകിലാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാ തന്നത് എന്ന് പറയാം. ഒരാഴ്ചത്തെ അവധിയെങ്കിലും. അത് നന്നായി. നമുക്ക് ദേവമംഗലത്ത് അത്യാവശ്യം ആയിട്ടൊന്ന് പോയാലോ എന്ന് അപ്പം പെട്ടെന്ന് ഉദയഭാനു ചോദിക്കുക. മനുഷ്യ, ചില സമയത്ത് നിങ്ങൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാ, മറ്റു ചില സമയത്ത് ശരിക്കും മണ്ടത്തരം പറയുകയും ചെയ്യും. നിങ്ങൾ എന്തോ ആ ബാലേട്ടനോട് പറഞ്ഞത്? ജപ്പാനിൽ പോയേക്കുവാണെന്നല്ലേ? ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ എന്ന് ബാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എടി, ഈ പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്നം പിന്നെ ഓടിക്കൊണ്ടിരിക്കുമല്ലേ, അതിലൊരു പ്ലെയിനിൽ കയറി വന്നെന്നങ്ങ് പറയും. അവിടെ എത്തിപ്പെടാൻ തന്നെ വേണം കുറച്ചധികം സമയം, അത് കഴിഞ്ഞ് തിരിച്ചെത്താനും അത്രയും തന്നെ വേണ്ടേ? മിനിമം ആ ഒരു കാലാവധിയെങ്കിലും ബാലനൊന്ന് കൊടുക്ക്, അതിനുശേഷം നമുക്ക് ദേവമംഗലത്തേക്ക് പോകാം. നമ്മുടെ ദേവിമോളുടെ കയ്യിൽ ആ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് എത്രയും പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വരണം. അതിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്ത് ആ ചെല്ലയ്ക്കങ്ങ് കൊടുക്കാം എന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിന്നെ തന്നെ അവൻ തട്ടിക്കൊണ്ട് പോകും. എന്നെ എന്തിനാ ആ ചെല്ലയെ കൊണ്ടുപോകുന്നത്? ബുദ്ധി ബോധമൊന്നും ഇല്ലാത്തവനാ, അവൻ്റെ കൈ കാശുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പം ഒരു ഉപകാരവും ഇല്ലെങ്കിലും നിന്നെ കൊണ്ടുപോയേക്കാന്ന് അവനങ്ങ് തോന്നിയാലോ? മനുഷ്യ, നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാനായതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. എന്നിട്ട് ഇപ്പം എന്നെ തന്നെ ഇങ്ങനെയൊക്കെ പറയുവാണല്ലേ? എൻ്റെ ശ്രീകലയെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ അതിന് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? നമുക്ക് അടുത്ത ആഴ്ച എന്നാൽ ദേവമംഗലത്ത് പോകാം. ദേവിമോളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചു എടുക്കാം. ഇപ്പം തൽക്കാലം ഒരു 2 ലക്ഷം രൂപ ഒപ്പിക്കണം. അതാ ചെല്ലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ തൽക്കാലം ഒന്ന് ഒതുക്കി നിർത്താം. 2 ലക്ഷം രൂപ പോയിട്ട് 2 രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടോ മനുഷ്യ എന്നപ്പോൾ ശ്രീകല ചോദിക്കും കേട്ടോ. അതിനല്ലേ നമ്മുടെ കയ്യിൽ ഒരു കാമധേനു ഉള്ളത്, സുകന്യ എന്ന കാമധേനു. നമുക്ക് എപ്പോഴൊക്കെ കാശിന് ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ അവളെ പയ്യെ പിഴിഞ്ഞ് അങ്ങ് എടുക്കണം. നമ്മൾ വീണ്ടും 2 ലക്ഷം രൂപയും കൂടി ചോദിച്ചാൽ അവൾക്ക് സംശയം തോന്നില്ലേ ഉദയേട്ടാ എന്നപ്പോൾ ശ്രീകല ചോദിക്കും. എന്ത് സംശയം? വേണ്ട വിധത്തിൽ ഞാനങ്ങ് ചോദിച്ചാൽ അവൾ പൈസ നമ്മുടെ കൈ വെച്ച് തരും. അവളെ പറ്റിക്കാൻ അത്ര പാടൊന്നുമല്ല, അവളുടെ അത്യാർത്ഥി അതാ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയാണ്. എന്തുവാ അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? എന്നോടും കൂടി പറ. അതിപ്പം നീ കാണണ്ട, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം നീ കണ്ടാൽ മതി ശ്രീകലെ. നമ്മളപ്പോൾ 2 ലക്ഷം രൂപ കൂടി ആ സുകന്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അതാ ചെല്ലയുടെ കൈ കൊണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ജപ്പാനിൽ നിന്ന് വരുന്ന വഴിയാണെന്നും പറഞ്ഞ് ദേവമംഗലത്ത് ചെല്ലുന്നു. 10 ലക്ഷം രൂപ നമ്മുടെ ദേവിമോളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടുന്നു, നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. എന്താ, ഇതൊക്കെ നടന്നു കണ്ടാൽ പോരെ? പറയുന്ന കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്, നടന്നു കണ്ടാൽ സന്തോഷം ഉദയേട്ട എന്ന് പറയാം. അല്ല, നിങ്ങൾ എങ്ങനെയാ കടക്കാരനെ പറ്റിച്ചെന്ന് പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞു, ഒരു 10 സെൻറ്റ് സ്ഥലം എൻ്റേത് ചുമ്മാ തരിശായിട്ട് കിടക്കുക, വേണമെങ്കിൽ അത് വിൽക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് അതിലൊരു കണ്ണുണ്ട്. ടൗണിൽ 10 സെൻറ്റ് സ്ഥലമെന്ന് ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് എവിടെയാണ് 10 സെൻറ്റ് സ്ഥലം ഇരിക്കുന്നത്? എടി, ആ തിയേറ്ററിൻ്റെ അവിടെ കുറേ സ്ഥലം വെറുതെ വേസ്റ്റായിട്ട് കിടക്കുന്നില്ലേ? ഞാൻ ആ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ ആ കാര്യം ഉദ്ദേശിച്ചത്. ആ പൊട്ടൻ അതെൻ്റെ സ്ഥലമെന്ന് വിചാരിച്ചു, ഞാനത് വിൽക്കാൻ പോകുമെന്നും കരുതി അയാൾ എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് എൻ്റെ കയ്യിലും വെച്ച് തന്നു. പിന്നെ ഞാനത് തിരുത്താനൊന്നും പോയില്ല. വെറുതെ എന്തിനാ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ സ്വയം ആൾക്കാർ നിന്ന്
നിന്ന് തരുമ്പോൾ പിന്നെ ഞാൻ എന്തിനത് തിരുത്തണം? എല്ലാവരും എന്നെ പറ്റിക്കോ എന്നും പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വന്ന് ചാടുക. ഇപ്പം തന്നെ സുകന്യ നമ്മളെ പോയി ആവശ്യപ്പെട്ടിട്ടാണോ? അവളായിട്ട് ഇങ്ങോട്ട് കയറി വന്നതല്ലേ. ഇപ്പം ഈ കടക്കാരനും സാധനങ്ങളൊക്കെ കൊണ്ടുപോക്കോന്ന് പറഞ്ഞ് തന്നു വിടുക. അയാള് 10 സെന്റ് സ്ഥലം മേടിക്കാൻ വരുമ്പോൾ നമ്മൾ അടുത്ത കള്ളം പറയുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഉദയേട്ടാ, നിങ്ങളെ സമ്മതിക്കണം. എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നത്. നിങ്ങളുടെ ബുദ്ധി അത് അപാരം തന്നെ മനുഷ്യ. അതെന്തായാലും പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് ശ്രീകല പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ ദേവമംഗലത്തേക്ക് വരികയാണ്. നമ്മുടെ ദേവിക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ ദേവിമോക്ക് ഒരുപാട് സന്തോഷമാകും. അവളുടെ അച്ഛനെ ഞാൻ കുറച്ച് സമയത്തേക്കെങ്കിലും സംശയിച്ചില്ലേ, അതിനുള്ള പരിഹാരമായിട്ടാണ് ഈ സമ്മാനം. അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ എന്നും പറഞ്ഞ് അതുമായിട്ട് ദേവിയുടെ റൂമിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പം നമ്മുടെ ദേവിയാണെങ്കിൽ തയ്ച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണേ. അല്ല ബാലച്ചനോ, മോക്കൊരു സമ്മാനം തരാനാ ഞാനിപ്പോൾ കയറി വന്നത്. മോള് തിരക്കിലായിരുന്നോ? ഒന്നുമില്ല ബാലച്ച. എന്ത് സമ്മാനമാ? അല്ല, എനിക്ക് വല്ല ഫ്രൂട്ട്സും മേടിച്ചുകൊണ്ട് വന്നതായിരിക്കും അല്ലേ? ഫ്രൂട്ട്സ് ഒന്നും അല്ല എങ്കിൽ പിന്നെ അങ്ങാടിയിൽ നിന്ന് മരുന്നായിരിക്കും. അതൊക്കെയാണോ മോളെ സമ്മാനമായിട്ട് തരുന്നത്? ഇതൊന്നുമല്ല, മോളിത് തുറന്നു നോക്കുക എന്നും പറഞ്ഞ് ഒരു ജ്വല്ലറിയുടെ ബോക്സ് അങ്ങ് കയ്യിലേക്ക് കൊടുക്കുക. നമ്മുടെ ദേവി അത് തുറന്നു നോക്കുമ്പം ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ, നെക്ലേസും വളകളും ഒക്കെ അതിലേക്ക് ഇരിക്കുക. ഇതെന്താ ബാലച്ച ഇത് കുറച്ച് സ്വർണ്ണമാണ്, 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ട്. ഇത് ദേവിമോക്ക് എൻ്റെ വക ഒരു സമ്മാനമായിട്ട് ഇരിക്കട്ടെ. അപ്പം ദേവിയാണെങ്കിൽ കണ്ണും തള്ളിയിരിക്കുക. എനിക്കെന്തിനാ ഇത്രയും വില കൂടിയ സമ്മാനങ്ങളൊക്കെ എന്നും പറഞ്ഞ് അന്തപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി അറിയിക്കാനും മറക്കരുത്.